2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഡോക്ടർ SS ലാലിന്റെ നാട്ടിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 1000 തവണ ചങ്കുപൊട്ടി മാതാപിതാക്കൾ നിലവിളിച്ച് പറഞ്ഞു ചികിത്സാ പിഴവിനെ തുടർന്ന് മരണപ്പെട്ടു. ആർക്കും അറിയില്ല എന്തുകൊണ്ടാ? സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചാൽ കുഴപ്പമില്ല. ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ 2 തവണ എന്റെ പേര് പറഞ്ഞുകൊണ്ടാണ്. ഗ്രഹണി ആസ്മയൊക്കെ ഉള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം. പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. 2021 മുതൽ 2025 വരെ 4 കൊല്ലത്തിനിടയിൽ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ 43 ചികിത്സാ പിഴവുണ്ടായി എന്നാണ് ഔദ്യോഗികമായ കണക്ക്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. ഇതിനിടയിൽ ആരോഗ്യവകുപ്പ് തന്നെ ചോദിക്കുന്നത് കേട്ടു, സ്വകാര്യ ആശുപത്രികൾ നടക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? തീർച്ചയായിട്ടും അതിന്റെ കണക്കുകൾ ലഭ്യമല്ല എന്ന് ഞാൻ ഇവിടുത്തെ പറയുന്നു. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തല്ലേ പറ്റൂ. സാധാ നോർമൽ ഡെലിവറി ആയിരുന്നു. പ്രസവത്തിന് വേണ്ടി കുഞ്ഞിറങ്ങി വരാൻ വേണ്ടി ഇട്ട ഈ മുറിവ് താഴ്ചയിലായി പോവുകയും ഇത് മലദ്വാരത്തിലെ നരമ്പ് കട്ടാവുകയാണ് ചെയ്തത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. നിങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ എനിക്കൊന്ന് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരുന്നു. ഇതുവരെയും ഒന്നും ആയില്ല. അത് ആയെന്ന് വെച്ചാ ഇവിടെ മണലിയുള്ള ഒരു പെങ്കൊച്ചി പ്രസവിക്കാൻ പോയിരുന്നു. രണ്ടാമത്തെ കേസാണ്. എന്താ ഉറക്കം വരുന്നു. ഇപ്പോ ഇവിടെ ഇതിന്റെ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ഒരു 4ഓളം കുടുംബങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. സ്വാഭാവികമായി സങ്കുചിത രാഷ്ട്രീയത്തിന് അതീതമായി ഈ കാര്യത്തിൽ നമ്മൾ ആരോടൊപ്പമാണെന്ന് ചോദിച്ചാൽ അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം മനസ്സിലാകുന്ന ഭാഷയിൽ പറയടാ. ഇപ്പോൾ ലക്ഷത്തിലോ കോടിയിലോ ഒന്നോ ആയിരിക്കാം ഈ മെഡിക്കൽ നെഗ്ലിജൻസ്, അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ കോംപ്ലക്സിറ്റി അഥവാ സങ്കീർണത. അങ്ങനെ കോടിയിലൊന്നായിരിക്കാൻ സാധ്യതയുള്ള സങ്കീർണതകളിൽ ഒന്നാണ് ഇവരുടേതെങ്കിലും ഉപാധിരഹിതമായി നമ്മളെല്ലാവരും ഇവരോടൊപ്പമാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. അതറിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട, ഞാൻ അതിന് തയ്യാറല്ല. ഇവർക്ക് നീതി ലഭിക്കണമെന്നുള്ളതും ഇവരുടെ കാര്യത്തിൽ ആരോഗ്യ സംബന്ധമായ അശ്രദ്ധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അശ്രദ്ധ നടപടിക്ക് വിധേയമാക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? പക്ഷെ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രചരണത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏക അഭിപ്രായമുണ്ട്. കേരളത്തിന്റെ ആരോഗ്യ മേഖല ലോകോത്തരമാണ്. അത് ഇന്ത്യയോട് സമീകരിക്കപ്പെടേണ്ടതല്ല, അത് യൂറോപ്പിനോട് സമീകരിക്കപ്പെടേണ്ടതാണെന്ന് ഇന്നത്തെ ദിവസം പറഞ്ഞ നദാലിയാണ്. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. റഷ്യയിൽ നിന്ന് വന്ന്, അങ്ങയുടെ ചാനലടക്കം വാർത്ത വന്നു, റഷ്യയിൽ നിന്ന് വന്ന് പയ്യന്നൂരിൽ വെച്ച് പരിക്കുപറ്റി പരിയാരം മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വിധേയമാക്കപ്പെട്ടതിന് ശേഷം അവർ തന്നെ എഴുതിയിട്ടു, എൻ്റെ നാട്ടിൽ റഷ്യയിലായിരുന്നുവെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് തുക ഇതിനേക്കാൾ അധികം ചെലവഴിക്കേണ്ടവരുമായിരുന്നു. പക്ഷെ ഞാൻ സുരക്ഷിതമായി സന്തോഷത്തോടു കൂടി ഈ ചികിത്സയ്ക്ക് വിധേയമാക്കപ്പെട്ടു. എൻ്റെ അഭിപ്രായമല്ല. പക്ഷെ ഇപ്പോൾ ഈ പറയുന്നത് പോലെ കേരളത്തിന്റെ പൊതുജനാരോഗ്യ ശൃംഖലയുടെ പ്രത്യേകത എന്താണ്? ഞാൻ മനസ്സിലാക്കുന്നു, ഇപ്പൊ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിക്കപ്പെട്ട കണക്കിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജിലും ജനറൽ ആശുപത്രികളിലും മാത്രം സന്ദർശനം നടത്തി മടങ്ങിപ്പോകുന്ന രോഗികളുടെ എണ്ണം എന്ന് പറയുന്നത് 11,43,44,000 വരുന്ന ആളുകളാണ്. എന്റെ പൊന്നടി, എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. നീ ഒരു ഒറ്റ ഡയലോഗ് വെച്ച് എത്ര കാലം ഈ ഫീൽഡിൽ പിടിച്ചേക്കും? 11 കോടി. അതായത് അതാണ് IPOP നിരക്ക്. ഒരു വർഷം ശരാശരി കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ അതോടൊപ്പം ജനറൽ ആശുപത്രിയിൽ നടക്കുന്ന സർജറി എന്ന് പറയുന്നത് 2.45 2,45,000 മുകളിലാണ്. അതിന് കാശുവല്ലോ 2,45,000 സർജറിക്കകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ 43 പരാതികൾ വന്നിട്ടുണ്ട്. ഈ 43 പരാതികളുടെ പേരിൽ ബാക്കി 2,44,000 സർജറികളും വിജയകരമാക്കി പൂർത്തീകരിച്ച കേരളത്തിൽ പർവ്വത സദൃശ്യമായ ജോലിയെടുത്ത നിർത്തി പറയൂ, എന്നാലേ ശ്വാസം വിടാൻ പറ്റൂ, നമ്മുടെ പൊതുജനാരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാർ, അവരൊക്കെ അഹോരാത്രം ജോലി ചെയ്ത് സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഈ പൊതുജനാരോഗ്യ മേഖല ആകെ മോശമെന്ന നരേഷൻ ഇപ്പൊ ഉണ്ടാക്കുന്നതിന് പിന്നിലൊരു ലക്ഷ്യമുണ്ട്. മനസ്സിലാകുന്ന ഭാഷ പറയണം, മനസ്സിലാക്കി തരാം. ആ ലക്ഷ്യം ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് വേറൊന്നുമല്ല, കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ 3000 കോടിയോളം തുക മുടക്കിയിട്ട് US ബ്ലാക്ക് സ്റ്റോൺ ഏറ്റെടുത്തിരിക്കുന്നു. നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ ശൃംഖല 2000-ഓളം കോടി രൂപ മുടക്കി ആന്ധ്രയിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് കമ്പനി ഏറ്റെടുത്തിരിക്കുന്നു. ബേബി മെമ്മോറിയലും ആസ്റ്ററും ഉൾപ്പെടെയുള്ള കേരളത്തിലെ സ്വകാര്യ വൻകിട ആശുപത്രികൾ എന്തിനു വേണ്ടിയിട്ടാണ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി US ബ്ലാക്ക് സ്റ്റോൺ മുതൽ ആന്ധ്ര ആസ്ഥാനമായി വന്നിരിക്കുന്ന ഗ്രൂപ്പുകൾ വരെ ഏറ്റെടുക്കുന്നത്? അവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, 11 കോടി ജനങ്ങൾ പ്രതിവർഷം ആശ്രയിക്കുന്ന ഒരു പൊതുജനാരോഗ്യ ശൃംഖലയുള്ള നാട്ടിൽ
എത്ര കോടി മുടക്കി ബേബി മെമ്മോറിയലും ആസ്തിറും വാങ്ങിയാലും ആ കച്ചവടം ലാഭത്തിലാകില്ല. ആ കച്ചവടം ലാഭത്തിലാകണമെങ്കിൽ വീട് വിറ്റിട്ടും ആധാരം പണയം വെച്ചിട്ടും ഈ സർജറി ഈ സ്വകാര്യ ആശുപത്രികളിൽ പോയി ചെയ്താൽ മാത്രമേ അത് ലാഭത്തിലാകൂ. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അപ്പോ പ്രശ്നം കാണേണ്ടത് ഇവരോടൊപ്പമാണ്. അത് അവിതർക്കിതമായ കാര്യമാണ്. പക്ഷേ ഈ 4 കേസിന്റെ മറവിൽ കേരളത്തിലെ 2,40,000-ത്തിലധികം വരുന്ന സർജറികൾ, അതിന്റെ വിജയകരമായ പ്രതീകമായ പൊതുജനാരോഗ്യ മേഖല, അത് മോശമാണെന്ന് വരുത്തി തീർക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട്. അത് മലയാളികൾ തിരിച്ചറിയണമെന്നുള്ള അഭിപ്രായം. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. ഷാഹിന, ഇപ്പോൾ ഷാഹിനയുടെ കേസ് എല്ലാവർക്കും അറിയാം, എന്നെ ടെലിവിഷനിലൂടെയും പത്രങ്ങളിലൂടെയും എല്ലാവർക്കും അറിയാം. അപ്പൊ ഇപ്പോ ഇതിന്റെ അവസ്ഥ എന്താണ് ഈ കേസിന്റെ? കത്രിക വയറ്റിൽ നിന്ന് എടുത്തൊരു സംഭവം, അതിൽ ആർക്കും തർക്കമില്ല. മെഡിക്കൽ നെഗ്ലിജൻസ് നടന്നു എന്നുള്ളതിൽ ആർക്കും തർക്കമില്ലല്ലോ. അപ്പം അവിടെ ഒരു ഇനി പോയി തെളിയിക്കേണ്ട ആവശ്യമുണ്ടോ? സമരം ചെയ്ത് മടുത്തോ നിങ്ങള്? നീതി കിട്ടുന്നവരെ സമരം ചെയ്യുന്നുള്ളതാണ്. കാരണം അവർ പറയുന്ന കാര്യത്തില് നീതി നൽകാതിരിക്കാനുള്ള കാര്യത്തില് ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യമാണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. നമ്മൾ നമ്മുടെ വീട് ചോരുന്നു എന്ന് പറഞ്ഞാൽ നീ വീടിന്റെ ശത്രുവാന്ന് പറയുന്നത് പോലത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. ചോർച്ച അടച്ചാൽ വീട് പൊളിയും. നമുക്കിവിടെ ഇല്ലാത്ത അക്കൗണ്ടബിലിറ്റിയാണ്. നമുക്ക് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ അറിയാം, ആ അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിലേക്കും വരണം. ഒരു ലയബിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സർക്കാർ ആശുപത്രിയിൽ വെച്ച് ചികിത്സാപ്പിഴ വന്നാൽ ആ ഡോക്ടറിന്റെ നഴ്സിന്റെ പ്രശ്നം മാത്രമല്ല, ഗവൺമെന്റ് ആശുപത്രിയാണ്. അതിന്റെ തലപ്പത്തിരിക്കുന്നത് ആരോഗ്യ വകുപ്പും മുഖ്യമന്ത്രിയൊക്കെയാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. സർക്കാർ ആശുപത്രിയിൽ വന്ന ഒരാൾക്ക് 5 ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നിട്ട് 5 പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അത് അക്കൗണ്ടബിലിറ്റിയുടെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രശ്നമാണ്. അത് പരിഹരിക്കപ്പെട്ടേ പറ്റൂ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? ഈ പൊതുജന ആരോഗ്യ സംവിധാനം അത് അമ്പാടെ പരാജയമാണെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ജയിക്കടക്കം മനസ്സിലാക്കേണ്ടത്, അതൊരു ദിവസം രാവിലെ വീണ ജോർജോ അല്ലെങ്കിൽ ഇവരുടെ മുൻ മന്ത്രിയോ വന്നപ്പോ ഈ മഴുവെറിഞ്ഞ് വീഴ്ത്തി ഉണ്ടാക്കിയ സംവിധാനമല്ല. അതിൽ VS അച്യുതാനന്ദന്റെ ഗവൺമെന്റിന്റെ പങ്കുണ്ട്, നായനാറിന്റെ ഉണ്ട്, ഉമ്മൻചാണ്ടിയുടെ ഉണ്ട്, കരുണാകരന്റെ ഉണ്ട്. അത് ഒരു ഡസൻ ഗവൺമെന്റുകളുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ? ഏത് സങ്കീർണതയുടെ ഭാഗമാണ് എൻ്റെ അടുത്തിരിക്കുന്ന ഹർഷണയുടെ വയറ്റിൽ കത്രിക കിടക്കുന്നത്? 5 വർഷക്കാലം അവർ ആ വേദന വഹിച്ച് മലമൂത്ര വിസർജനം നടത്തുമ്പോൾ പോലും പ്രസവ സമാനമായ വേദന അനുഭവിച്ച് ആ സ്ത്രീ പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. 3 വർഷക്കാലം സമരപ്പന്തലിട്ട് ആ സമരപ്പന്തലിലേക്ക് ഈ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന്റെ മന്ത്രി എത്തിയിട്ട് ഞാൻ എല്ലാം തീർത്തു തരാം, പരിഹരിക്കാം എന്ന് പറഞ്ഞ് അവിടുന്ന് മുങ്ങിയിട്ട് പിന്നീട് അവരെ കാണാതെ അവർക്ക് 1 രൂപയുടെ സഹായം ഈ സർക്കാരിന് കൊടുക്കാൻ പറ്റാതെ പോകുന്നത് ഏത് സങ്കീർണതയുടെ ഭാഗമാണ്? ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഈ ഷാഹിനയുടെ കാര്യത്തില് ആരോഗ്യവകുപ്പ് മന്ത്രി അന്ന് എല്ലാം നോക്കിക്കൊള്ളാം എന്ന് കോഴിക്കോട്ടെ സമരപ്പന്തലിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. വാർത്താ ചാനലുകളൊക്കെ അത് കണ്ടിരുന്നു. വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? ബഹുമാനിയായ കോൺഗ്രസിന്റെ നേതാവിന് അക്കാര്യത്തിൽ കാര്യമായ ഒരു തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ട്. 1 രൂപ കൊടുത്തിട്ടില്ലെന്നാണ് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. കള്ളം, പച്ചക്കള്ളം. ഇവള് വീണ്ടും അഭിനയിക്കുക. എവിടെയാണ് ആ സർക്കാർ തന്നത്? പറഞ്ഞേ. അല്ല അത് പിന്നെ എന്ത് 2 ലക്ഷം പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. ആ 2 ലക്ഷം നമുക്ക് പിന്നെ പരിഹാരമല്ലാത്തത് കൊണ്ട് ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. അതാദ്യം പഠിക്കണം നീ കേട്ടാ. അതവര് വാങ്ങിയിട്ടില്ല. വാങ്ങിയില്ല. അതവര് വാങ്ങിയിട്ടില്ല. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. 5 വർഷം നമ്മൾ ഒരു മനുഷ്യായുസ്, ഒരു 25 വയസ്സിൽ ഒരു മനുഷ്യൻ ഏറ്റവും നല്ല യൗവന സമയത്ത് 25ാമത്തെ വയസ്സിലാണ് ഈ ഒരു ഫോർസെപ്സ് എന്റെ വയറിലിടുന്നത്. അതിനോട് പ്രസക്തിയില്ല. ആ 5 വർഷം ഞാൻ അറിയുന്നില്ല ഫോർസെപ്സ് ആണെന്ന് അറിയുന്നില്ല. പക്ഷേ നടത്തിയ ചികിത്സകൾക്കും ലക്ഷങ്ങൾ 10-20 ലക്ഷത്തിന്റെ മുകളിൽ ലക്ഷങ്ങൾ ഞങ്ങളെ കയ്യിൽ കണക്കുണ്ട്. ആ 2 ലക്ഷം രൂപ നമുക്ക് ഒരു തരത്തിലും പര്യാപ്തമല്ല. കാരണം നമ്മൾ ആ 2 ലക്ഷം വാങ്ങിയിരുന്നെങ്കിൽ അതോടെ തീരുമായിരുന്നു ഗവൺമെന്റിന് ഉത്തരവാദിത്വം. പ്രിസൈസ്ലി ഈ കേസ് വന്നാൽ എന്താണ്? പോലീസ് കേസെടുക്കുന്നു, ഇവർ ഉന്നയിച്ച ആളുകളെ കേസിന്റെ തുടർ നടപടികൾക്കൊപ്പം ഇവരോടൊപ്പം തന്നെ നിന്നുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാർ അനുമതി കൊടുക്കുന്നു. അതിന്റെ തുടർച്ചയിൽ 2 മെഡിക്കൽ വിദഗ്ധ സംഘം ഇവരുടെ വയറ്റിനുള്ളിൽ കുടുങ്ങിയ ഈ മെഡിക്കൽ എക്യുപ്മെന്റിനെ സംബന്ധിച്ച് പരിശോധിച്ചു. 2 റിപ്പോർട്ടായിരുന്നു. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അതായത് ഇതിന്റെ കാലപ്പഴക്കത്തെ സംബന്ധിച്ച് പരിശോധന നടത്തിയപ്പോൾ അവർ തന്നെ അവരുടെ ഭാഗത്ത് പറഞ്ഞു 3 തവണ സർജറി നടത്തി. ഏതു സർജറിയിലാണ് ഈ മെഡിക്കൽ എക്യുപ്മെന്റ് കുടുങ്ങിയത് എന്നതിനെ സംബന്ധിച്ച് 2 മെഡിക്കൽ ടീം പരിശോധന നടത്തിയപ്പോൾ 2 റിസൾട്ട് ആയിരുന്നു. മോനെ രാമദാസ,
നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും 2016 പിണറായി വിജയൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. ബുദ്ധി ഇല്ലെങ്കിൽ എന്താ ചെയ്യ? 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിന്റെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയായിരുന്നു ഡോക്ടർ? കഴിയട്ടെ പറയാം. 12% ഈ 12 എങ്ങനെ കുറയ്ക്കാം? അപ്പോഴാണ് കേരളത്തിലെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി ഉയർന്നു വരുന്നു. ഈ 12 കുഞ്ഞുങ്ങൾ 1000 പ്രസവം എടുക്കുമ്പോൾ വരുന്നത് എങ്ങനെ കുറയ്ക്കാം? നമ്മൾ ഹൃദയം പദ്ധതി നടപ്പിലാക്കി. കേരളത്തിൽ പീഡിയാട്രി രംഗത്തെ കാർഡിയാക് സർജറി കേരളത്തിൽ പല സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മളിത് നടപ്പിലാക്കിയിട്ട് നേരെ സ്വകാര്യ ആശുപത്രിയോട് അഭ്യർത്ഥിച്ചു, ഈ ഹൃദയ സംബന്ധമായ പ്രശ്നം വരുമ്പോൾ എമർജൻസി വിത്തിൻ നോ പീരീഡ് നമുക്ക് സർജറി ചെയ്യണം. എത്ര ലക്ഷവും കോടികളും സർക്കാർ ചെലവഴിക്കാം, പക്ഷെ കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് കുറയ്ക്കണം. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. ഇപ്പൊ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എത്രയാണെന്നറിയോ? 2016 12 ഉണ്ടായിരുന്ന ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് 5. US-ന്റെ എത്രയാണെന്നറിയോ? 5.06. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാർ പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. ഇത് കേട്ടാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഇവിടെ ശിശുമരണനിരക്ക് കുറയ്ക്കണം, മറ്റവർ കൂട്ടണമെന്നില്ല. നമ്മളെല്ലാ പാർട്ടികളും ചേർന്ന് മനുഷ്യരുടെ ശിശുമരണനിരക്ക് കുറയ്ക്കേണ്ടതാണ്. അത് വല്ല ഇവനറിയോ സാറേ? എടാ ഒന്നും മിണ്ടാതിരിക്കാളിയ മണ്ടത്തരം പറയല്ലേ. പിന്നെ ഇതിനകത്ത് ഇപ്പം ഇവർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധം ശാസ്ത്രീയമായി ഞാൻ പറയുകയാണ്. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് റാങ്ക് കിട്ടി. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ ക്ലാസ് ടീച്ചർ പറയുകയാണ് ഞാൻ ടീച്ചറായിട്ട് റാങ്ക് കിട്ടിയെന്ന്. അപ്പം 10ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ അവരവിടെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. 1ാം ക്ലാസ് തൊട്ട് പഠിച്ച ടീച്ചർമാരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, കുട്ടി പഠിച്ചതുണ്ട്. എല്ലാ ഗവൺമെൻറ്റുകളും മനുഷ്യൻ്റെ പുരുഷായുസ് കൂട്ടാനല്ല കുറയ്ക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഏറ്റവും അവസാനം പഠിപ്പിച്ച ഒരാൾ പറയുകയാണ് ഞാൻ കാരണം റാങ്ക് കിട്ടി. അതുപോലത്തെ ക്ലെയിംസ് പാടില്ല. അത് ശാസ്ത്രവിരുദ്ധമാണ്, ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കലുമാണ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?